ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം, സുഖേച്ഛയ്ക്ക് നീ അടിമയോ? മോചനം പ്രാപിച്ചാൽ നിനക്ക് കൊള്ളാം. സുഖേച്ഛയ്ക്ക് അടിമകളായി ജീവിക്കുന്നവർക്ക് രക്ഷയുടെ അനുഭവം പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ 3 ലെവലിൽ ജീവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. 1 സുഖേച്ഛ, 2 സന്തോഷത്തോടെ ജീവിക്കുന്നത്, 3 ആനന്ദത്തിൽ ജീവിക്കുന്നത്. ഇതിലേത് ലെവലിൽ വേണേലും നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് നമ്മെ സ്ഥലം മാറ്റുന്നതാണ്. ചുമ്മാ മാനസാന്തരം ആഗ്രഹിച്ചാൽ പോരാ. എനിക്കും മാറ്റങ്ങളൊക്കെ വരുത്തണം, ഞാനും മാറാൻ പോവാണ്, ഇങ്ങനെയൊക്കെ വലിയ വായിൽ വർത്തമാനം പറയുന്നവരുണ്ട്. ശരിക്കുള്ള മാനസാന്തരം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ, ഇത് ശരിയല്ല, ഇതല്ല ദൈവം എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ദൈവം പ്രതീക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് എന്നെ സ്ഥലം മാറ്റണം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ശരിക്കുള്ള മാനസാന്തരം എന്ന കാര്യം നാം തിരിച്ചറിയണം. നമുക്ക് വേണമെങ്കിൽ ഇന്നും 3 അവസ്ഥയിൽ കഴിയുന്ന വ്യക്തികളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. 1 അനുദപിക്കാൻ പറ്റാത്ത കഠിന ഹൃദയം. അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. അനുദപിക്കാൻ പറ്റാത്ത കഠിന ഹൃദയം. ഹൃദയം കഠിനമായാൽ അത് ശിലാതുല്യമായി മാറും എന്നുള്ളത് 1 സാമുവേൽ 25:37 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. പുറപ്പാട് 8:15 വായിക്കുമ്പോൾ ഫറവോയുടെ അവസ്ഥ എന്തായിരുന്നു? ഹൃദയം കഠിനമായ അവസ്ഥ. അതുകൊണ്ട് തന്നെ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ അവന് പറ്റാതെ പോയി. 2 അവസ്ഥ, അതേക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം, കഴമ്പില്ലാത്ത അനുതാപം. ജെറമ്യാ 12:2 വായിച്ചാൽ കർത്താവ് തന്നെ ഇസ്രായേൽക്കാരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കാണാൻ പറ്റും. അവൻ പറഞ്ഞത്, അവരുടെ നാവിൽ ഞാനുണ്ട്, ഹൃദയത്തിൽ ഞാനില്ല. വാക്കുകളിൽ ഞാനുണ്ട്, പ്രവൃത്തിയിൽ ഇല്ല. അതെ, കഴമ്പില്ലാത്ത അനുതാപം. അതല്ല നമുക്ക് നന്മ വരുത്തുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. സങ്കീർത്തനം 34:18 വായിച്ചാൽ, ഉരുകിയ മനസ്സ്, നുറുങ്ങിയ ഹൃദയം കർത്താവിനെ നിരസിക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നാൽ കർത്താവ് നമ്മളെ കൈക്കൊള്ളും, സ്വീകരിക്കും. സങ്കീർത്തനം 119:113 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കപട ഹൃദയരെ കർത്താവ് വെറുക്കുന്നു. വേണമെങ്കിൽ നമുക്ക് പുറമേ കുറേ ഷോയൊക്കെ കാണിച്ച് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ വരുത്താൻ പറ്റും, പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ വരുത്താൻ പറ്റും. അതിലല്ല കാര്യം. ഹൃദയം പരിശോധിക്കുന്ന കർത്താവാണ് ഈ ഒരു കാര്യം സാക്ഷ്യപ്പെടുത്തേണ്ടത്. 3 പശ്ചാത്താപ വിവശ ഹൃദയം. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വചനം എടുത്താൽ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ സാധിച്ചാൽ കർത്താവിൻ്റെ കണ്ണുകളിൽ നമുക്ക് സ്ഥാനമുണ്ടാകും. ദൈവം നമ്മെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കുന്ന അനുഭവം നമുക്കുണ്ടാകും. ലൂക്ക 22:62 വായിച്ചാൽ, പത്രോസ് വലിയൊരു തെറ്റ് ചെയ്തവനാണ്, ഗുരുനാഥനെ തള്ളിപ്പറഞ്ഞു. പക്ഷെ നമ്മൾ കാണുകയാണ്, അവൻ മനംനൊന്ത് കരഞ്ഞു. അവനെ തന്നെയാണ് അപ്പസ്തോലന്മാരുടെ നേതാവായിട്ട് കർത്താവ് സ്ഥാപിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രഭാഷകൻ 17:24 എടുത്താലോ, പശ്ചാത്തപിക്കുന്ന പാപിക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകുന്നു. നമുക്ക് തെറ്റുപറ്റിയെങ്കിലും പശ്ചാത്തപിച്ചാൽ തിരിച്ചു വരാനുള്ള അവസരം കർത്താവ് തരും. ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്നത്, ഈ അടിമത്തം എന്ന് പറയുന്നത് 2 തരമുണ്ട്. അത് റോമാലേഖനം 6:16 വായിച്ചാൽ മനസ്സിലാവും. ഒന്നുകിൽ യേശുവിൻ്റെ അടിമയാകാം, അല്ലെങ്കിൽ പാപത്തിൻ്റെ അടിമയാകാം. അനുസരണമുള്ളവര് യേശുവിൻ്റെ അടിമകളായി ജീവിക്കും. ഇനി അനുസരണക്കേട് കാണിക്കുന്നവര് പാപത്തിൻ്റെ അടിമയായി അവര് നാശത്തിലേക്ക് നിവദിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. തീത്തോസിൻ്റെ ലേഖനം, പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ആ ലേഖനം വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാലത്ത് നിങ്ങൾ ആരായിരുന്നു? സുഖേച്ഛയ്ക്ക് അടിമയായിരുന്നു. ദൈവം നിങ്ങളെ അതിനകത്തുനിന്ന് മോചിപ്പിച്ചു, രക്ഷിച്ചു. ഇനി നിങ്ങൾ ആ പഴയ പാപത്തിലേക്ക് പോകരുത്.
അങ്ങനെ ഒരു അടിമത്തത്തിൽ കഴിയേണ്ടവരല്ല ദൈവമക്കൾ എന്നുള്ളത് നാം തിരിച്ചറിയണം. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, നീ ഏത് ലെവലിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് കണ്ടെത്തുന്നത് നല്ലതാണ്. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, സുഖേച്ഛയുടെ അടിമയായിട്ട് ജീവിക്കുക. വിദേശത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ അവരുടെ വീടിൻ്റെ ഒരു പ്രത്യേകത ബേസ്മെൻ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ മുകളിലത്തെ നിലയിലായിരിക്കാം കിച്ചണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ബെഡ്റൂമൊക്കെ അതിൻ്റെ മുകളിൽ സെക്കൻഡ് ഫ്ലോറിലായിരിക്കാം സാധാരണ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ വരിക. ബേസ്മെൻ്റ് എന്തിനാ? വേണമെങ്കിൽ ജിമ്മ് അവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം. ചിലരെ സംബന്ധിച്ചിടത്തോളം ബേസ്മെൻ്റ് സന്തോഷം അത് മാത്രം മതി. ബേസ് ഡിസയേഴ്സ്, അതിനെ തൃപ്തിപ്പെടുത്തി പോകുന്ന ഒരവസ്ഥ. ഇത് പ്രഭാഷകൻ 18:31 വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ വില കുറഞ്ഞ സന്തോഷങ്ങളുടെ പുറകെ പോകുന്നവര് അവര് ബേസ്മെന്റ് സന്തോഷം അത് മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരായിരിക്കും. രണ്ടാമത്തെ ഒരു ലെവലാണ് സന്തോഷത്തോടെ നമ്മൾ ജീവിക്കുക. ഫിലിപ്പിയർ 4:4 മുതൽ ഉള്ള വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ, സന്തോഷമായിട്ട് ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ഇനി അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സന്തോഷം കളയുന്ന ബേസ് ഡിസയേഴ്സ്, തറ സുഖം, അതിന് പിന്നാലെ നമ്മൾ പോകില്ല. മൂന്നാമത്തെ ഇതിലും ശ്രേഷ്ഠമാണ് ആനന്ദത്തോടെ ജീവിക്കാൻ. അത് വലിയ സഹനത്തിൻ്റെ നടുവിലും നമുക്കത് ചെയ്യാൻ പറ്റും. മത്തായി 5:11-12 വായിക്കുമ്പോൾ ഈ സഹനങ്ങളെല്ലാം നീ ചെയ്ത തെറ്റിന് പോലും അല്ല, അകാരണമായിട്ട് നീ പീഡിപ്പിക്കപ്പെടുന്നു, അപ്പോഴും ആനന്ദിച്ചാഹ്ലാദിക്കുക, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. സാധ്യമല്ലെങ്കിൽ കർത്താവ് അങ്ങനെ പറയുമോ? അതുകൊണ്ട് നമുക്കെപ്പോഴും ഉന്നതമായ കാര്യം ലക്ഷ്യം വെച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റണം. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.